2025-26 അധ്യയന വർഷത്തിന് തുടക്കമായി നാടെങ്ങും സ്കൂൾ പ്രവേശനോത്സവം നടന്നു. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്ത് 2025-26 വർഷത്തെ അധ്യയനത്തിന് തുടക്കം കുറിച്ചു. ഇതോടനുബന്ധിച്ച് നാടെങ്ങും സ്കൂൾ പ്രവേശനോത്സവം നടത്തി. പ്രവേശനോത്സവങ്ങൾ അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ഉത്സവമായി മാറി. സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ ജില്ലയിലാണ് ഇക്കുറി നടന്നത്. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല പ്രവേശനോത്സവം നടന്നത്. കളിച്ചും ചിരിച്ചും പഠിച്ചും പാടിയും സ്കൂൾ പ്രവേശനോത്സവങ്ങൾ ആവേശകരമാക്കി മാറ്റുകയായിരുന്നു കുരുന്നുകൾ. പുത്തനുടുപ്പും ബാഗുമായി സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന് കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ കുരുന്നുകളെ മധുരം നൽകിയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുമാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത്. പല വർണ്ണങ്ങളിലുള്ള തൊപ്പിയും കിരീടവുമെല്ലാം കുട്ടികൾക്ക് തലയിൽ ചൂടുന്നതിനായി ഒരുക്കിയിരുന്നു. നവാഗതരായ വിദ്യാർത്ഥികളെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് സ്വീകരിച്ചത്. സദസ്സിലേക്ക് വിദ്യാർത്ഥികളെ ആനയിക്കുന്നതിന് കൃത്യമായ നിർദ്ദേശങ്ങളുമായി അധ്യാപകരും രക്ഷിതാക്കളും ഉണ്ടായിരുന്നു. കൃത്യം 9:30 തന്നെ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂളിലേക്കെത്തി. ബാൻഡ് സെറ്റുകളുടെയും NCC കേഡറ്റുമാരുടെയും അഭിവാദ്യങ്ങൾ സ്വീകരിച്ചാണ് മുഖ്യമന്ത്രി സദസ്സിലേക്ക് എത്തിയത്. മന്ത്രിമാരായ വി ശിവൻകുട്ടി, സജി ചെറിയാൻ, പി പ്രസാദ് എന്നിവരും പങ്കെടുത്തു. തുടർന്ന് കലവൂർ സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം വേദിയിൽ അരങ്ങേറി. കൊട്ടാരക്കര താമരക്കുടി SVHSSലെ വിദ്യാർത്ഥിനിയായ ഭദ്രാഹരി എഴുതി പ്രശസ്ത സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് ചിട്ടപ്പെടുത്തിയ ഗാനമാണ് പ്രവേശനോത്സവ ഗാനം. അനു തോമസ്, അലീന മേരി ഷിബു, ജെറിൻ ജോർജ് എന്നിവരും ഗാനാലാപനത്തിന്റെ ഭാഗമായി. പ്രവേശനോത്സവ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിദ്യാർത്ഥിനിയുടെ കവിത പ്രവേശനോത്സവ ഗാനമാകുന്നത്. ഗുരു ഗോപിനാഥ് നടനഗ്രാമത്തിലെ പ്രശസ്തരായ നൃത്താധ്യാപകരാണ് ദൃശ്യാവിഷ്കാരം നിർവഹിച്ചത്. സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ സ്വാത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കുമറിവിൻ പൊന്തൂവലിനാൽ സ്വന്തം ചിറകുകൾ നെയ്തിടാം. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രി ബാഗുകളും മറ്റ് പഠനോപകരണങ്ങളും സമ്മാനിച്ചു. തുടർന്ന് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പുസ്തകങ്ങൾ നൽകിക്കൊണ്ടാണ് വിശിഷ്ട വ്യക്തികളെ വേദിയിൽ വരവേറ്റത്. കൃഷിമന്ത്രി പി പ്രസാദ്, ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവർ മുഖ്യാതിഥികളായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേട്ടങ്ങളുടെ പുസ്തക പ്രകാശനം മുഖ്യമന്ത്രിയിൽ നിന്നും മന്ത്രി സജി ചെറിയാൻ പുസ്തകം ഏറ്റുവാങ്ങി പ്രകാശിപ്പിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കലവൂർ സ്കൂളിലെ വിദ്യാർത്ഥികളായ ഹരിശേഖർ, ഹൃതി എന്നിവർ 1 ലക്ഷം രൂപ സംഭാവനയായി നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാർത്ഥികളിൽ നിന്നും സംഭാവന ഏറ്റുവാങ്ങി. പ്രവേശനോത്സവ ഗാനത്തിന്റെ രചന നിർവഹിച്ച ഭദ്രാഹരിയെയും ഈണമിട്ട സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫിനെയും ചടങ്ങിൽ ആദരിച്ചു. ശാസ്ത്രരംഗം പ്രത്യേക പതിപ്പിന്റെ പ്രകാശനവും നടന്നു. പതിവ് പോലെ ഉത്സവഛായയിലാണ് വിദ്യാലയ വർഷത്തിന് നാം ഇക്കുറിയും ആരംഭം കുറിക്കുന്നത്. പ്രവേശനോത്സവം, ആ പേര് അക്ഷരാർത്ഥത്തിൽ ഉത്സവഛായയായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കാണുന്നത്. എല്ലാ കുഞ്ഞുങ്ങളുടെയും കൈകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ തന്നെ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം യൂണിഫോമുണ്ട്. കുട്ടികൾ എത്തിച്ചേരുന്ന ക്ലാസ് മുറികൾ കൂടുതൽ നല്ല മികവിലേക്ക് ഉയർന്നിട്ടുമുണ്ട്. അതോടൊപ്പം കുട്ടികൾക്കും അധ്യാപകർക്കും ഉത്സവ സമാനമായ സന്തോഷം
ഇതെല്ലാം പ്രദാനം ചെയ്യുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രകാശനം നിർവഹിച്ചത്. ലഹരി വിരുദ്ധ സംഗീത നൃത്തശില്പം ജീവിതോത്സവം 2025 തുടി പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. പ്രവേശനോത്സവത്തിൽ എത്തിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മറ്റുമായി വിഭവസമൃദ്ധമായ ഭക്ഷണവും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. ജില്ലയിലെ MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.